ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റിനെ പറ്റി ഡീറ്റെയിലി ഡിസ്കസ് ചെയ്യാനാണ്. നമ്മൾ BSc സ്റ്റുഡൻസിനും പറ്റും, കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് MSc പഠിക്കുന്നവർക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ബയോകെമിസ്ട്രിയിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ബേസിക് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക ബാക്കി സൈക്കിൾസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എർത്തിൽ കാണുന്നതിൽ ഏറ്റവും അബഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ ആണ്. പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കാണുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പം ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഏതാ, CHO. ഈ എന്താ പറയുക കീറ്റോൺ എന്ന് പറയുമ്പോൾ ഏതാ, CO ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നിലധികം OH ഗ്രൂപ്പ് കാണുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിനെ കാണിക്കുന്നതാണ്. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. അത് ആ ഒരു നമ്മുടെ ഓരോ മോളിക്യൂളിൻ്റെയും റേഷ്യോ വെച്ചിട്ടൊക്കെയാണ്, റേഷ്യോനെ സബ്സ്ക്രിപ്റ്റ് ആക്കി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 12th അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതുകൊണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Nന് പകരം ഇപ്പോൾ ഇത് CH2ON ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ Nന് പകരം ഇവിടെ 6 കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഈ Nന് പകരം ഞാൻ ഇവിടെ 6 കൊടുത്തു. അപ്പോൾ അതെന്താവും, C6H12O6 ആവും. അതിനർത്ഥം എന്താ, അത് ഗ്ലൂക്കോസ് മോളിക്യൂളായി. ഓക്കെ, അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോർമുല, ഒരു കോമ്പൗണ്ടിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോർമുലേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എംപെറിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കാർബോഹൈഡ്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. ഓക്കെ, ഇനി ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇവിടെ നിൽക്കട്ടെ. ഇതിൽ നമ്മൾ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനും ഡീറ്റെയിൽസും നമ്മൾ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ എങ്ങനെ ഒരു പേജിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതാണ് എന്ത്, ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്ലൂക്കോസ് ഒക്കെ എങ്ങനത്തെ സ്ട്രക്ചർ, അതാ ഇങ്ങനത്തെയൊക്കെ ഓരോ സ്ട്രക്ചേഴ്സ് അല്ലേ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ സ്ട്രക്ചറിനെ നമ്മളൊരു പേപ്പർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, ഗ്ലൂക്കോസ് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പേപ്പറിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എന്താ, C6H12O6. ഇതല്ലേ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല. അതിന് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, C6 അല്ലേ, 1 2 3 4 5 6 യെസ്, ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ഇതിൽ Hഉം OHഉം നമ്മൾ വേണ്ടതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ CH2OH കൊടുക്കും അല്ലേ, CHO കൊടുക്കും അല്ലേ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കും അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് സൈക്ലിക് സ്ട്രക്ചറാണ്, ഒരു സൈക്കിൾ പോലെ വരുന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം, അത് സൈക്ലിക് സ്ട്രക്ചറാണ്. എന്നാൽ ഇതിനെ നമ്മളൊരു പേപ്പറിലേക്ക് നമ്മൾ ലീനിയറായിട്ട്, ഓക്കെ, ഇത് ലീനിയറായിട്ടാണ് നമ്മൾ എഴുതുന്നത്, കണ്ടോ, ലീനിയറായിട്ട് എഴുതുന്നതിനെയാണ് ഫിഷർ പ്രൊജക്ഷൻ. അത് ഈ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനാഷോമേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇനാഷോമേഴ്സ് പറയുന്നതിന് മുന്നേ ഞാൻ പറയാം, ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾ അല്ലെങ്കിൽ കൈറൽ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ചില ഓർഗാനിക് മോളിക്യൂൾസ് ആണ് കേട്ടോ, ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതിന് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ അതിലൂടെ പാസ് ചെയ്യുമ്പം റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ,
മീൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ ഒരു റൊട്ടേഷൻ സംഭവിക്കും. ഓക്കെ, അത് അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൈറൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പറയുന്ന പോലെ ഇതിൽ നോക്കുമ്പോൾ ഇതാണ് മോളിക്യൂൾ, അതിലൂടെ ലൈറ്റ് പാസ് ചെയ്തപ്പം അത് ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന പോലെ എന്തായി, റൊട്ടേറ്റ് ചെയ്തു. കണ്ടോ, ഇവിടെ OH ഈ സൈഡായിരുന്നു, ഇതിലേക്ക് വന്നപ്പോൾ OH ഇങ്ങോട്ടായി. ക്ലിയർ ആയോ? അതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾസിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾസിന് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇനാഷോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ട്, ലീവോ റൊട്ടേറ്ററി ഉണ്ട്, ഡെക്സ്റ്റോ റൊട്ടേറ്ററി ഉണ്ട്. ലീവോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക? ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാലോ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനാഷോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനാഷോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കൈറൽ മോളിക്യൂൾസ് ഉണ്ട്. അത് ഈ പറയുന്ന പോലെ റൊട്ടേഷൻ നടക്കും. ഇപ്പോൾ ഇത് ഈ ഒരു മോളിക്യൂൾ എടുത്ത് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു മോളിക്യൂളിനെ എടുത്ത് ഇതിന്മേൽ വെക്കുക. അപ്പോൾ ഇത് കറക്റ്റ് എക്സാക്റ്റ് എനിക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല, അതിനൊരു ഡിഫറൻസ് വരും അല്ലേ? ഈ CHOയും CH2OH ഒക്കെ കറക്റ്റായിട്ട് വരും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ H ആയിരിക്കും വരിക, ഇവിടെ OH ആയിരിക്കും വരിക. അപ്പോൾ അത് നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. ഇവിടെ OHും Hഉം കറക്റ്റ് എക്സാക്ട്ലി ഒരുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഇമ്പോസിബിൾ ഇമേജാണെന്ന് പറയാം. ഇത് ഈ പറയുന്ന പോലെ നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. കാരണം അതിൽ നമുക്ക് എക്സാക്ട്ലി അതേപോലെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഇമേജ് ഓഫ് ഈച്ച് അതർ ആണ്. അപ്പോൾ ഇനാഷോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു കൈറൽ മോളിക്യൂളാണ്. അതിൻ്റെ മിറർ ഇമേജസ് എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, ഇനാഷോമേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെമിക്കൽ, ഫിസിക്കൽ എല്ലാ പ്രോപ്പർട്ടീസും എന്താണ്? സെയിം ആണ്. നമുക്ക് ഈസിലി അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ അതിൻ്റെ റൊട്ടേഷൻ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ അതിൻ്റെ റൊട്ടേഷനിൽ മാത്രമാണ് ഡിഫറൻസ്. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഒരു മോളിക്യൂൾസ് എന്താണെന്ന് പറയാം? ഒപ്റ്റിക്കലി ആക്റ്റീവാണെന്ന് പറയാം. ക്ലിയർ ആയോ? ഇത്രയാണ് ആ ഒരു കോൺസെപ്റ്റ്. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 തരത്തിലുണ്ട്: മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. ഇനി നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇത് മോണോസാക്രൈഡ്സിനെ പറ്റി നമ്മൾ പഠിക്കും. ഓരോ എക്സാമ്പിളും നമ്മളിപ്പം 6 കാർബൺ 5 നമ്മൾ 3 തുടങ്ങും, 3, 4, 5, 6 എന്ന് പറയും. പിന്നെ അത് മൊത്തം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? ഡൈസാക്രൈഡ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതിൻ്റെ അകത്ത് മോണോസാക്രൈഡിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ആൾഡോസും ഉണ്ട്, കീറ്റോസും ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡോസ് ആണ്, അല്ലെങ്കിൽ കീറ്റോസ് ആണ്. ആൽഡോസ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും അതിൽ പ്രസൻറ്റ്. കീറ്റോസ് എന്ന് പറയുമ്പോൾ കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും പ്രസൻറ്റ്. അത്രയേ ഉള്ളൂ. ആൽഡോസിൽ വരുന്നത് ഏതാണ്? CHO ഗ്രൂപ്പാണ്. CHOനെ നമ്മൾ ഇങ്ങനെ എഴുതുക, C∼H എന്നാട്ടോ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി കീറ്റോസ് എങ്ങനെ എഴുതുക? കീറ്റോസിൻ്റെ കേസ് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ C∼O എന്നുള്ളതാണ് കീറ്റോസിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ ആണോ? ഇതാകുമ്പം C എന്തായിരുന്നു? ഈ പറയുന്ന ∼H ആയിരുന്നു. ഇവിടെ C∼O. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടത് എങ്ങനെ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗ്ലൂക്കോസാണ് നമുക്ക് അറിയുന്നത് അല്ലേ? C6H12O6. ഇതെങ്ങനെ വരച്ചുണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ഫിഷർ സ്ട്രക്ചർ അപ്പോൾ പഠിക്കുന്നത്, സൈക്ലിക്ക് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് 6 കാർബൺ വേണം. അപ്പോൾ നമ്മൾ ആദ്യം 6 കാർബൺ ഇടാം. 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ കാർബണിൻ്റെയും 4 വാലൻസി ഫില്ല് ചെയ്യണം. അതിൽ ആദ്യത്തെ ഞാൻ ഫസ്റ്റ് വണ്ണിൽ ഞാൻ എന്ത് ആഡ് ചെയ്യുകയാണ്? നമ്മൾ ആൾഡോസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ആൾഡോസ് ആഡ് ചെയ്യുക. മീൻസ് ആൽഡിഹൈഡ് ആണ് പ്രസൻ്റ് എങ്കിൽ ഞാൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആദ്യത്തേൽ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ 4 വേക്കൻസി ഫില്ലായി അല്ലേ? 1 ഈ പറയുന്നത് ഇവിടെ 2 വേക്കൻസി, അപ്പോൾ 3 എണ്ണായി, 4 വേക്കൻസി ഫില്ലായി. ഇനി ആ കാർബൺ കഴിഞ്ഞു. ഇനി അടുത്ത കാർബണിനെ ഫില്ല് ചെയ്യാം. അടുത്ത കാർബൺ മുതൽ നമ്മളിങ്ങനെ ചുമ്മാ
എച്ച് ഒ എച്ച്, എച്ച് ഒ എച്ച്, എച്ച് ഒ എച്ച്, എച്ച് ഒ എച്ച്, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാരണം ഹൈഡ്രോക്സി ഗ്രൂപ്പാണ് അതിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഈ എല്ലാ കാർബണിൻ്റെയും 4 വേക്കൻസി ഫില്ലായോ നമുക്ക് നോക്കാവേ. 1 2 3 4 ഫില്ലായി. ഇതേ 1 2 3 4 ഫില്ലായി. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാർബണിൻ്റെയും 4 വേക്കൻസി ഫില്ലായി. ഇനി അവസാനത്തെ കാർബണിലും ഇതേ സമയം തന്നെ ചെയ്യാം, എച്ച് ഒ എച്ച്. പക്ഷെ അവസാനത്തെ കാർബണിനെ നോക്കുമ്പോൾ നമുക്ക് 3 വാലൻസിയെ ഫില്ലായിട്ടുള്ളൂ അല്ലേ. ഇതേ ഇവിടെ ഈ പറയുന്ന പോലെ ഞാൻ സൂം ചെയ്യാം. ഇവിടെ ഈ ഇവിടെ ഒരു ഇത്, പിന്നെ ഈ എച്ചിൻ്റെ ഒ എച്ചിൻ്റെ അത്രയും ഫില്ലായുള്ളൂ. അപ്പോൾ അവസാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ 4 വേക്കൻസി ഫില്ലാവുന്നത്. അതിന് നമ്മൾ ഈസിലി എന്ത് ചെയ്തും CH2OH എന്ന് എഴുതും. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമുക്കിപ്പം ഗ്ലൂക്കോസിൻ്റെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആൾഡോലേസ്. ആൾഡോലേസ് എന്ന് പറയുന്നത് എന്താണ്, ആൽഡിഹൈഡ് പ്രസൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഇത് പഠിക്കുന്നതിനാണ് നമ്മൾ ആൾഡോലേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൾഡോലേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 കാർബൺ ആണ്. 3 കാർബണിൻ്റെ എക്സാമ്പിൾ ഗ്ലിസറാൽഡിഹൈഡ് ആണ്. എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ 3 കാർബൺ ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാർബണിൽ ഞാൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്തു, അതിൻ്റെ വാലൻസി ഫില്ലായി. രണ്ടാമത്തേൽ ഞാൻ എന്ത് ചെയ്തു, എച്ചും ഒ എച്ചും ഇട്ടു. ഓക്കെ, അവസാനത്തേൽ ഞാൻ ഈസിലി എന്ത് എഴുതി നിർത്തി, CH2OH എന്ന് എഴുതി. കാരണം ഞാൻ ഈ വാലൻസി ഫില്ല് ചെയ്ത് വെറുതെ വലുതാക്കണ്ടല്ലോ, എനിക്കത് കുറച്ചും കൂടി കുട്ടിയാക്കി എഴുതാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഗ്ലീസറാൽഡിഹൈഡ്. ഇനി ഇതിൻ്റെ ഇനാഷോമർ നമ്മൾ വരയ്ക്കുക. ഇനാഷോമർ വരയ്ക്കുമ്പം ഈ പറയുന്ന പോലെ OH നമ്മൾ എന്ത് ചെയ്യുക, കണ്ടോ ഇതിൽ എച്ചും ഒ എച്ചും ഇവിടെ ആയിരുന്നെങ്കിൽ ഇതിന് ഞാൻ ഒ എച്ചും എച്ചും ആക്കി മാറ്റി. കണ്ടോ, അത് അത്രയും അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, നേരെ ഈ ഒരു ഇത് മാത്രം തിരിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ലീവോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെക്സ്ട്രോയും ലീവോയും നിങ്ങൾ തെറ്റി വരച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ OHനെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, OH ലെഫ്റ്റിൽ വരികയാണെങ്കിൽ അത് ഏതാണ്, ലീവോ റൊട്ടേറ്റ്. അത് L, കണ്ടോ L എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ, L ഗ്ലിസറാൽഡിഹൈഡ്. അപ്പം OH ലെഫ്റ്റിലാണെങ്കിൽ അത് L ആണ്, OH റൈറ്റിലാണെങ്കിലോ ഈ പറയുന്ന പോലെ ഡെക്സ്ട്രോ ആണ്. ഡെക്സ്ട്രോ നമുക്ക് ഓപ്പോസിറ്റാണ് ഓർത്ത് വയ്ക്കുന്ന സുഖം. കാരണം അവിടെ റൈറ്റ് എന്നുള്ള R അല്ലല്ലോ വരുന്നത്, ഡെക്സ്ട്രോ D അല്ല, അപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും. അതിനേക്കാളും ലീവോ റൊട്ടേറ്ററി അത് ലെഫ്റ്റാണ് നമുക്ക് ഈസിലി ഓർത്ത് വയ്ക്കുക. കാരണം എന്താ, L എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും OHൻ്റെ പൊസിഷൻ നോക്കിയിട്ട് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അതാണ് 3 കാർബൺ. ഇനി 4 കാർബൺ ആൾഡോസിന് നമുക്ക് എക്സാമ്പിൾ വരുന്നത് എറിത്രോസ് ആണ്. എറിത്രോസിൻ്റെ സ്ട്രക്ചറും സിംപ്ലി നമുക്ക് 2 കോമ്പൗണ്ട്സ് വരുന്നുണ്ട്, എറിത്രോസും ത്രിയോസും. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം എറിത്രോസൊക്കെ, എറിത്രോസിൽ 4 കാർബൺ, അവസാനത്തത് CH2OH ആണ്. ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ CHO വെച്ച് ഞാൻ ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഞാൻ OHും Hഉം ഇട്ട് ഫില്ല് ചെയ്തു. ഇത് ലീവോ ആണോ ഡെക്സ്ട്രോ ആണോ ഞാൻ വരച്ചത്? ഇത് ലീവോ ആണ്. കാരണം എന്താ, എല്ലാം OH ലെഫ്റ്റ് ആയില്ല. അപ്പോൾ നമുക്ക് ഇതെന്ത് പറയാം, ലീവോ എറിത്രോസ് ആണ് ഞാൻ വരച്ചത്. ഇതിൻ്റെ OH ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ അതെന്തായി, ഡെക്സ്ട്രോ എറിത്രോസ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്. ഇനി ഇതിലെ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ഡി എറിത്രോസ്, എറിത്രോസ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. എറിത്രോസ് എന്ന് പറയുമ്പോൾ എച്ചും OHും ഒരേ സൈഡിലാണ്. ത്രിയോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, OHും Hഉം അടുത്തത് HOH എന്നായി. മീൻസ് ഈ പറയുന്ന ഒരു ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ത്രിയോസിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന OHും Hഉം അങ്ങനെ തന്നെ നിന്നു. പക്ഷേ രണ്ടാമത്തെ കാർബണിലെ പൊസിഷൻ മാറി. രണ്ടാമത്തെ കാർബണിൽ H ഇപ്പുറത്തെ സൈഡിലും OH ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ട് വന്നു. ഇതിലാകെ 2 എണ്ണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കില്ല. കാരണം ഇതിലാകെ ഇവിടെ നമുക്ക് 2 എണ്ണേ ഉള്ളൂ. ഒന്ന് ഇങ്ങോട്ട് ഇട്ടാൽ ഒന്ന് ഓപ്പോസിറ്റ് ഇട്ടാൽ മതി, നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. പക്ഷെ അടുത്ത മുതൽ അങ്ങനെയല്ല. നിങ്ങൾ ആലോചിക്കണം, രണ്ടാമത്തെ പൊസിഷനിലാണോ മൂന്നാമത്തെ പൊസിഷനിലാണോ? കാരണം പൊസിഷൻ വൈസാണ് അതിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇതിൽ കണ്ടോ, ഇതിൽ മൂന്നാമത്തെ കാർബണിലാണ് ആ Hഉം OHും മാറിയിരിക്കുന്നത്. മനസ്സിലായോ? അവിടെയാണ് അത് ത്രിയോസായിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതാണ് 4 കാർബൺ എന്ന് പറയുന്നത്. ഇനി 5 കാർബണിൽ നിങ്ങൾക്ക് ആൾഡോസിൻ്റെ 4 കാർബൺ എക്സാമ്പിൾസ് ഒന്നും കൂടി പറഞ്ഞേ, എറിത്രോസും ത്രിയോസും. ഓക്കെ,
5 കാർബണിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്, നിങ്ങൾക്ക് കുറച്ചും കൂടി പരിചയമുള്ള ആൾക്കാരാണുള്ളത്. ഈ പറയുന്ന പോലെ റൈബോസ് ഉണ്ട്, അരാബിനോസ് ഉണ്ട്, സൈലോസ് ഉണ്ട്, ലൈസോക്സ് ഉണ്ട്. ഇതിലൊക്കെ ഡിഫറൻസ് നമുക്ക് നോക്കാം കേട്ടോ. എവിടെയാണ് ഇതിന് ഡിഫറൻസ് വരുന്നത്? ആദ്യത്തത് ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലി 5 കാർബൺ ആണുള്ളത്. ഒന്ന് ഞാൻ വരച്ച് കാണിക്കുന്നില്ല, വെറുതെ കാണിച്ച് വീഡിയോ ലോങ് ആക്കുന്നതിന് നല്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 5 കാർബണിൻ്റെ ഒരു സൈഡ് HHH, ഒരു സൈഡ് OH ബാക്കി ഒന്നും ഡിഫറൻസ് ഇല്ല. ഓക്കെ, ഇതിൽ 5 എണ്ണമായി എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. 5 എണ്ണമായപ്പോൾ നമുക്കത് റൈബോസായി. റൈബോസിൻ്റെ ഡെക്സ്ട്രോയും കാണിച്ചിട്ടുണ്ട്, അവർ ലീവോയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട് അരാബിനോസ് നോക്കിയേ. അരാബിനോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഇമേജും വെച്ച് വേണേൽ കമ്പയർ ചെയ്യാൻ. ഇവിടെ എന്ത് സംഭവിച്ചു? സെക്കൻഡ് പൊസിഷൻ, സെക്കൻഡ് കാർബണിലെ എച്ചും OH മാറി അല്ലേ? നേരത്തെ H ഈ സൈഡായിരുന്നു, OH ഇപ്പുറത്തായിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോഴാണ് അതെന്തായിട്ട് മാറിയത്? അരാബിനോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇതിൻ്റെ ലീവോയും ഡെക്സ്ട്രോയും നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൽ ഈ പറയുന്ന പോലെ ഡെക്സ്ട്രോയിൽ റൈറ്റ് സൈഡായിരുന്നു OH, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയി. കണ്ടോ? ആ ഒരു ഡിഫറൻസ് വരും. ഓക്കെ, ഇതിൽ നമ്മൾ മെയിൻലി ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഇതിൽ ഡിഫറൻസ് വന്നത് എവിടെയാണ്? ഇവിടെ മാത്രമാണ് ഡിഫറൻസ് വന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ പറയുന്ന പോലെ ലീവോ വരയ്ക്കാൻ. ക്ലിയർ ആയോ? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നിങ്ങൾ എല്ലാ കോമ്പൗണ്ടും കറക്റ്റായിട്ട് വരയ്ക്കാൻ. ക്ലിയർ ആയല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി പേഴ്സണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് മീൻസിൻ്റെ ജിമെയിലിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി സൈലോസ് എന്ന് പറയുന്ന സമയത്ത് ഇതിലെന്താ സംഭവിക്കുന്നത്? കമ്പയർ ചെയ്തേ. 3rd കാർബണിലാണ് വ്യത്യാസം വന്നത്. കണ്ടോ? ഫസ്റ്റും സെക്കൻഡും കറക്റ്റായിട്ട് വന്നു. 3rd കാർബണിൽ എന്ത് സംഭവിച്ചു? OHും Hഉം തമ്മിൽ തിരിഞ്ഞു. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് സൈലോസ് ആവുന്നത്. ക്ലിയർ ആയോ സൈലോസിൻ്റെ കോൺസെപ്റ്റ്? ഇനി അടുത്തത് ലൈസോസ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? സെക്കൻഡിലും തേർഡിലും വന്നു. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് കേട്ടോ? ആദ്യം ഈ പറയുന്ന പോലെ സെക്കൻഡ് കാർബണിൽ ഡിഫറൻസ് വരും, അതിനുശേഷം 3rd കാർബണിൽ ഡിഫറൻസ് വരും. 3rd കാർബണിൽ ഡിഫറൻസ് വന്നപ്പോൾ സൈലോസായി. അടുത്ത് ലൈസോസ് ആയാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സെക്കൻഡിലും തേർഡിലും ഡിഫറൻസ് വന്നു. അപ്പോഴാണ് അടുത്ത കോമ്പൗണ്ട് ആയിട്ടുള്ള ലൈസോക്സ് ആയത്. അതിൽ എന്താ ഡിഫറൻസ് വരുന്നത്? ജസ്റ്റ് Hൻ്റെയും OHൻ്റെയും പൊസിഷൻ മാറുന്നു, അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കോൺസെപ്റ്റിൽ വെക്കുന്നത് 4 പേര് പഠിക്കുക. ആദ്യം അരാബിനോസ്, അത് കഴിഞ്ഞ് ഫസ്റ്റ് വൺ അരാബിനോസ് അല്ല, റൈബോസ്, അരാബിനോസ്, സൈലോസ്, അതേപോലെ ലൈസോക്സ്. അതിൽ ഈ പറയുന്ന പോലെ ഫസ്റ്റ് വൺ റൈബോസിന് എല്ലാ Hഉം OHഉം ഒരേ സ്ഥലത്താണ്. അത് കഴിഞ്ഞ് അരാബിനോസ് ആയപ്പം സെക്കൻഡ് കാർബണിൽ ഡിഫറൻസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് സൈലോസ് ആയപ്പം തേർഡിൽ ഡിഫറൻസ് വന്നു. ലൈസോസ് ആയപ്പം സെക്കൻഡിലും തേർഡിലും ഡിഫറൻസ് വന്നു. ക്ലിയർ ആയോ? ഇതാണ് 4 ആൾഡോസ്, 4 കാർബൺ ആൾഡോസ് മോണോസാക്രൈഡ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? റൈബോസ്, അരാബിനോസ്, സൈലോസ്, ലൈസോസ്. ക്ലിയർ ആയോ? അറ്റ്ലീസ്റ്റ് ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഫിക്സ് ആയിരിക്കണം. ചിലപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ഡിസ്പ്ലേസ് ചെയ്താൽ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്താന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളേജ് വേണ്ട ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ആൾഡോ പെൻഡോസ് പറഞ്ഞു. അടുത്ത 6 കാർബൺ ആണ്. 6 കാർബണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ആലോസ് ആണ്. 6 കാർബണിൽ 8 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 6 കാർബണിലെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആലോസ് ആണ്. ആലോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ Hഉം OHഉം എല്ലാം ഒരു സൈഡിലാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് വണ്ണിൽ H OH ഒക്കെ ഒരു സൈഡിൽ തന്നെ ആയിരിക്കും മിക്കതിലും. ഓക്കെ, അടുത്തത് ഏതാണ്? ആൾട്രോസ് ആണ്. ഇതിലെല്ലാത്തിനും ഡെക്സ്ട്രോ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, കുറേ എണ്ണം ഉണ്ടല്ലോ. അടുത്തത് ആൾട്രോസ് ആണ്. ആൾട്രോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന പോലെ ഈ സെക്കൻഡ് കാർബണിലെ Hഉം OHൻ്റെയും പൊസിഷൻ മാറി. അതാണ് ആൾട്രോസിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് ഗ്ലൂക്കോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 3rd കാർബൺ മതി. ഗ്ലൂക്കോസ് ഞാൻ നേരത്തെ ജനറലി വരച്ചപ്പോൾ H OH ഒരു സൈഡിൽ കാണിച്ചാണ്. പക്ഷേ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത ഇതാണ്, 3rd പൊസിഷനിലെ Hഉം OHൻ്റെയും പൊസിഷൻ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ,
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനോസ് എന്ന് പറയുമ്പോൾ സെക്കൻഡും തേർഡിനുമാണ് മാറ്റം വന്നിരിക്കുന്നത്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അപ്പോൾ ഇതേ ഒരു പാറ്റേൺ ആണ്. ആദ്യം ഈ പറയുന്ന പോലെ സെക്കൻഡ് കാർബണിന് മാറ്റം വരും, പിന്നെ തേർഡ് കാർബണിന് മാറ്റം വരും, പിന്നെ സെക്കൻഡും തേർഡിനും മാറ്റം വരും. ഇത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ പേരുകൾ ആലോചിച്ച് വയ്ക്കുക, ഈ കോൺസെപ്റ്റ് ആലോചിച്ച് വയ്ക്കുക. ആദ്യത്തത് ആലോസ്, പിന്നെ ആൾട്രോസ്, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ മാനോസ്. അപ്പോൾ നമ്മൾ 4 പഠിച്ചു. അടുത്തയിലേക്ക് വരുമ്പം അടുത്തത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 4th കാർബണിലാണ് മാറ്റം വരുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1 2 3 4 4th കാർബണിൽ ഡിഫറൻസ് വന്നു, OHയും Hൻ്റെയും പൊസിഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെക്കൻഡിലും 4th ഡിഫറൻസ് വരും. കണ്ടോ, അതങ്ങനെ ഒരു പെയറിംഗ് ആയിട്ടാണ് പറഞ്ഞത്. 4th വന്നു, പിന്നെ സെക്കൻഡിലും 4th വന്നു. അതാണ് ഇഡോസ്. ഇഡോസിൽ പറയുമ്പോൾ എങ്ങനെയാണ്, സെക്കൻഡിലും 4th. ഇനി അടുത്തത് ഗാലക്ടോസ് ആണ്. ഗാലക്ടോസിനെ നോക്കിക്കഴിഞ്ഞാൽ 3ഡിലും 4th വന്നിരിക്കുന്നത്. കണ്ടോ, 1 2 3 3ലും 4ലും ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അടുത്തത് ടാലോസ് ആണ്. ടാലോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, 2 3 4 3ലും മാറ്റം വന്നു. ആ ഒരു പാറ്റേണിലാണ് അത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ്, ആദ്യം 1ൽ മാറ്റം, ആദ്യം ഈ പറയുന്ന പോലെ എല്ലാം ഒരുപോലെ വരും, പിന്നെ സെക്കൻഡ് പൊസിഷനിൽ മാറ്റം വരും, പിന്നെ ഈ പറയുന്ന പോലെ തേർഡ് പൊസിഷനിൽ മാറ്റം വരും, പിന്നെ സെക്കൻഡിലും തേർഡിലും വരും. പിന്നെ 4th വന്നു കഴിയുമ്പോൾ ആദ്യം 4th പൊസിഷനിൽ മാറ്റം വരും, പിന്നെ സെക്കൻഡും 4th വരും, തേർഡും 4th വരും, പിന്നെ ഈ പറയുന്ന പോലെ 2 3 4 3 പൊസിഷനിലും മാറ്റം വരും. ഈ ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന 6 കാർബൺസിൽ ഉള്ളത്. പിന്നെ നിങ്ങൾ പേരുകൾ ആലോചിച്ച് വയ്ക്കുക, ആലോസ്, ആൾട്രോസ്, ഗ്ലൂക്കോസ്, മാനോസ്, ഗുലോസ്, ഇഡോസ്, ഗാലക്ടോസ്, ടാലോസ്. ഓക്കെ, ഇതാണ് 6 കാർബൺസിൻ്റെ 6 കാർബൺ ആൾഡോലേസിൻ്റെ എക്സാമ്പിൾസ്. ക്ലിയർ ആയോ? ഇത് നമ്മൾ മോണോസാക്രൈഡിൻ്റെ ഒരു പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനിത് കീറ്റോസും കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ ബ്രേക്ക് ചെയ്യാം, പിന്നെ കണ്ടിന്യൂവേഷൻ നമുക്കത് കഴിഞ്ഞിട്ടിടാമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത കീറ്റോസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ പറയുന്ന പോലെ കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും അതിൽ പ്രസൻറ്റ്. അപ്പോൾ കീറ്റോൺ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ 3 കാർബൺ വന്നപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഇവർ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ എഴുതിയത്. 3 കാർബൺ ഉണ്ട്, അതിലിവർ നടുത്തേലാണ് കീറ്റോൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെ H അങ്ങ് ഫില്ല് ചെയ്തു, CH2OH എന്നങ്ങ് എഴുതി, കാരണം 2 H വേണമല്ലോ ഇതിൻ്റെ ബാലൻസ് ഫില്ല് ചെയ്യാൻ. ഇത് CH2OH. ഓക്കെ, ഇതിൻ്റെ പേര് 3 കാർബൺ കീറ്റോസിന് ഒരു എക്സാമ്പിളേ ഉള്ളൂ. അതിൻ്റെ പേരെന്താണ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. ഏതാ, ഈ ഗ്ലിസറാൾഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസെറ്റോണൊക്കെ നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഗ്ലൈക്കോളിസിസിൽ ഈ പറയുന്ന പോലെ സ്പ്ലിറ്റിംഗ് നടക്കുന്ന സ്റ്റെപ്പില്ലേ, അതിൽ ഫോം ചെയ്യുന്ന 2 ഗ്രൂപ്പ് ഏതാ, ഒന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഒന്ന് ഡൈഹൈഡ്രോക്സി അസെറ്റോണുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇൻ്റർചേഞ്ചബിൾ. ഓക്കെ, അത് ഈ പറയുന്ന പോലെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ആ 2 കോമ്പൗണ്ട്. ഗ്ലിസറാൾഡിഹൈഡിലാണെങ്കിൽ ആരാണ് വരുന്നത്, അവിടെ ആൾഡിഹൈഡ് ഗ്രൂപ്പ് വരും. ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ആണെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ഗ്ലൈക്കോളിസിസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് അത് കണ്ടു നോക്കുക. ഇപ്പോൾ കുറച്ചും കൂടി കാർബോഹൈഡ്രേറ്റിന് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഈ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ പേര് കേട്ടതിന് ശേഷം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്ലൈക്കോളിസിസ് സിംപിളറായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. 4th കാർബണിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, എറിത്രോസ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. എറിത്രോസ് ഒക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മൈക്രോബിയൽ ഗ്ലൈക്കോളിസിസിലുള്ളൊരു കോമ്പൗണ്ടൊക്കെയാണ്, ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും മൈക്രോബയോളജി പഠിക്കുന്നവരുണ്ടോ? പറയുന്ന പോലെ മൈക്രോബയോളജിയിൽ നമുക്ക് ഗ്ലൈക്കോളിസിസിനെ പറ്റി നോക്കുകയാണെങ്കിൽ, മൈക്രോബയോളജിയിലെ ബയോകെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്ലൈക്കോളിസിസിൻ്റെ ടൈപ്സൊക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ വീഡിയോസൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കമൻറ്റ് ബോക്സിലിടണേ. ഈ പറയുന്ന പോലെ എനിക്ക് കുറച്ച് മൈക്രോബയോളജി പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ട്യൂഷൻസോ കാര്യങ്ങളോ, ഇപ്പോൾ നിങ്ങൾക്ക് പെർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രം വേണം, അല്ലെങ്കിൽ ഇത്ര പോർഷൻ മാത്രം പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ എൻ്റെ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ ട്യൂഷൻസായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ,
ഈ പറയുന്ന പോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഏതെങ്കിലും എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ഈ 5th 6th അങ്ങനെ ഏതെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് പോർഷനാണ് ടഫ്. അപ്പോൾ അത് ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ 4 കാർബണിൻ്റെ കേസാണ് നമ്മൾ ഇനി പറയുന്നത്. 4 കാർബൺ പ്രസൻ്റ് ആയിട്ടുള്ള ഏതാണ് കീറ്റോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ ഒന്നിൽ എന്ത് ചെയ്യും, 4 കാർബൺ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി CH2OH. നമ്മൾ കീറ്റോസ് വരുമ്പോൾ അധികം രണ്ടാമത്തെ പൊസിഷനിലാട്ടോ കൊടുക്കുക, C ഡബിൾ ബോണ്ടോ, പിന്നെ ഈ പറയുന്നത് CHOH. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് വീണ്ടും CH2OH. അത്രയേ ഉള്ളൂ. 4 കാർബൺ ആകുമ്പോൾ പിന്നെ അതിൽ പൊസിഷൻ ചേഞ്ചിൻ്റെ ആവശ്യമൊന്നും അധികം വരുന്നില്ല. ഓക്കെ. ഇതാണെങ്കിലും നമ്മൾ എങ്ങനെ എഴുതാം? OH ഈ ഭാഗത്ത് H ആയിട്ട് അങ്ങ് എഴുതി നിർത്തും. ഓക്കെ. അപ്പോൾ ഇതാണ്. ഡി ആകുമ്പം ഈ പറയുന്ന പോലെ OH റൈറ്റിലിരിക്കും, L ആകുമ്പോൾ ലെഫ്റ്റിലിരിക്കും. അത്രയേ ഉള്ളൂ എറിത്രിലോസ്. ഓക്കെ. എറിത്രിലോസ് ആണ് അടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 കാർബണിലേക്ക് വരുമ്പം ഏതാക്കിയാണ് വരുന്നത്? ഡി റിബുലോസ് വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന DL മീൻസ് നമുക്ക് റിബുലോസും വരുന്നുണ്ട്, സൈലുലോസും വരുന്നുണ്ട്. ഈ 2 കോമ്പൗണ്ട്സ് ആണ് വരുന്നത്. ഇതിൽ രണ്ടിലും വരുന്ന ഡിഫറൻസ് എന്താണെന്ന് നോക്കാവേ. ഇതിൽ ഡിയും എല്ലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ ഡിയും എല്ലും വരച്ച് നോക്കി പഠിച്ച് വെക്കുക. ഓക്കെ. ഡി എല്ലും തമ്മിൽ അതിൻ്റെ ഒരു പൊസിഷനിൽ മാറ്റേ വരുന്നുള്ളൂ. ഇതിൽ നോക്കുമ്പം എല്ലാ Hഉം OHഉം ഒരേ സൈഡിലാണ് വരുന്നത്. ഓക്കെ. ഇതിലേക്ക് വന്നപ്പം ഈ പറയുന്ന പോലെ 3rd കാർബണിൻ്റെ OH എങ്ങോട്ടായി? ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് റിബുലോസും സൈലുലോസും തമ്മിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഫസ്റ്റ് കാർബൺ നമ്മൾ സാധാ പോലെ CH2OH വെച്ച് ഫില്ല് ചെയ്തു. സെക്കൻഡ് കാർബണിലാണ് കീറ്റോൺ ആയപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. മറ്റേ ആൽഡിഹൈഡ് ആയപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഫസ്റ്റ് കാർബണിൽ ആഡ് ചെയ്യാനായിരുന്നു. കീറ്റോൺ ആയപ്പോൾ നമ്മൾ സെക്കൻഡ് കാർബണിലാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പറയുന്ന പോലെ ഫസ്റ്റ് 5 കാർബണിൽ റിബുലോസിൽ ഫസ്റ്റ് കോമ്പൗണ്ടിൽ എപ്പോഴും HOH ഒരേ സൈഡിലായിരിക്കുമല്ലോ. അതങ്ങനെ തന്നെ എഴുതാം. അതിനുശേഷം ഈ പറയുന്ന 3rd കാർബൺ സൈലുലോസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3rd കാർബണിലെ Hഉം OHഉം ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ് ഈ പറയുന്ന റിബുലോസും സൈലുലോസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. ഞാൻ അധികം വരച്ച് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ വേണേൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി 6 കാർബണിലേക്ക് വരുമ്പം സൈക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, സോർബോസ് ഉണ്ട്, ടാഗറ്റോസ് ഉണ്ട്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ കുറവാട്ടോ, 4 എണ്ണേ ഉള്ളൂ. മറ്റടുത്ത് നമ്മൾ എത്ര എണ്ണം കണ്ടു? 8 എണ്ണം കണ്ടു. ഓക്കെ. ഇവിടെ 4 എണ്ണേ ഉള്ളൂ. ഫസ്റ്റ് 6 കാർബണിലെ ഫസ്റ്റ് വണ്ണിൽ ഈ പറയുന്ന പോലെ എല്ലാ Hഉം OHഉം ഒരേ സ്ഥലത്താണ്. ഓക്കെ. Hഉം OH എല്ലാം ഒരേ പൊസിഷനിലാണ്. സെക്കൻഡിലേക്ക് വന്നപ്പോൾ നേരത്തെ പോലെ 3rd കാർബണിലെ OHൻ്റെ പൊസിഷൻ മാറി. കണ്ടോ? OHൻ്റെ പൊസിഷൻ മാറി. തേർഡിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന സോർബോസിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? 1 2 3 4 4th കാർബണിലെ OHൻ്റെ പൊസിഷൻ മാറി. അടുത്തയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? തേർഡിലെയും 4ത്തിലെയും മാറി. നേരത്തെ അതേ കോൺസെപ്റ്റാണ്. അവിടെ നമ്മൾ സെക്കൻഡും തേർഡും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ചേഞ്ച് വരുന്നത് ഏത് കാർബണിലാണ്? 3rd കാർബണിലാണ്. കാരണം സെക്കൻഡ് കാർബണിൽ ആര് കയറി? കീറ്റോൺ കയറി. അതുകൊണ്ട് ആദ്യത്തെ ചേഞ്ച് ഫ്രക്ടോസ് എന്ന് പറയുന്നത് വരുന്നത് 3rd കാർബണിലെ Hഉം OHൻ്റെയും പൊസിഷൻ മാറും. ഫ്രക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ എന്താ വ്യത്യാസം? ഗ്ലൂക്കോസിൽ ഈ പറയുന്ന പോലെ 3rd കാർബണിലല്ല H OHഉം തമ്മിൽ മാറുന്നത്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒന്നിൽ ആൽഡിഹൈഡാണ്. ഗ്ലൂക്കോസ് ആകുമ്പോൾ അതൊരു ആൽഡിഹൈഡാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഫ്രക്ടോസിലാകുമ്പോൾ എന്താ പ്രസൻ്റ് ആയിട്ടുള്ളത്? ഈ പറയുന്ന പോലെ കീറ്റോൺ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ. നമ്മൾ പലയിടത്തും ഈ പറയുന്ന പോലെ അവർ ഐസോമെറിസം നടത്തി എന്നൊക്കെ കേൾക്കാം. ആകെ ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ. ആൽഡിഹൈഡും കീറ്റോണിൻ്റെയും ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ ഗ്ലൈക്കോളിസിസ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി സോർബോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന പോലെ 4th കാർബണിൽ ചേഞ്ച് വന്നു. അടുത്തയിലേക്ക് വരുമ്പോൾ 3rd 4th ചേഞ്ച് വന്നു. അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് കീറ്റോസിനെ പറ്റി പറയാനുള്ളത്. ആദ്യത്തെ ഒരു സെക്ഷൻ പഠിച്ചെടുത്ത് അതൊന്ന് മനസ്സിലാക്കിയെടുത്ത് ക്ലിയർ ആക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് മീൻസ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഗ്ലൂക്കോസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്ട്രക്ചർ നിങ്ങൾ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റും. ഓക്കെ. ഇനി എപ്പിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷുഗറിൻ്റെ കാർബണിൻ്റെ ചുറ്റുമുള്ള
കോൺഫിഗറേഷനിൽ മാത്രമാണ് ഡിഫറൻസ് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? എപ്പിമേഴ്സ് ആണെന്ന് വിളിക്കാം. ഓക്കെ, നമ്മളിവിടെ ഗ്ലൂക്കോസിനെ നടുവിൽ വെച്ചിട്ടുണ്ട്. മീൻസ് രണ്ട് ഷുഗർ, അത് ഏത് ഷുഗർ വേണമെങ്കിലും ആവാം. നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. അതിൻ്റെ ഒരു കാർബൺ ആറ്റാണ്, ഒറ്റ കാർബൺ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള കോൺഫിഗറേഷനിൽ മാത്രമാണ് മാറ്റമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? എപ്പിമേഴ്സ് എന്ന് വിളിക്കാം. സോറി, സൗണ്ട് ഒന്ന് പോയിപ്പോയി. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഗ്ലൂക്കോസിനെയാണ് നമ്മളിവിടെ ജനറൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ എപ്പിമർ ആണ് ആര്? മാനോസ്. കണ്ടോ? കാരണം എന്താ? സെക്കൻഡ് പൊസിഷനിൽ മാത്രമാണ് എച്ചും ഒ എച്ചും തമ്മിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗ്ലൂക്കോസിൻ്റെ ഒരു എപ്പിമർ ആണ് മാനോസ്. ഇനി ഗ്ലൂക്കോസിൻ്റെ മറ്റൊരു എപ്പിമർ ആണ് ആര്? ഗാലക്ടോസ്. കാരണം എന്താ? ഫോർത്ത് പൊസിഷനിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാർബണിൻ്റെ കോൺഫിഗറേഷനിൽ മാത്രം ഡിഫറൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? എപ്പിമർ ആണെന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടും എപ്പിമർ ആണോ നമുക്ക് നോക്കാം. ആണോ? ഒ എച്ചും എച്ചും ഇവിടെ ഡിഫറൻസ് വന്നു, ഒ എച്ചും എച്ചും ഇവിടെ ഡിഫറൻസ് വന്നു, ഇവിടെ അഗെയിൻ ഡിഫറൻസ് വന്നു. അപ്പോൾ രണ്ട് സ്ഥലത്തിൽ കൂടുതൽ മാനോസും ഗാലക്ടോസും തമ്മിൽ ഡിഫറൻസ് വന്നുകൊണ്ട് അവരെന്തല്ല? എപ്പിമേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ എപ്പിമേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ആലോചിച്ച് വയ്ക്കുക. അവർ ഈ പറയുന്ന പോലെ ഒരു കോൺഫിഗറേഷനിൽ, വൺ കാർബൺ ആറ്റത്തിൽ കോൺഫിഗറേഷനിൽ മാത്രം ഡിഫറൻസ് വരും. ഒരു കാർബൺ ആറ്റത്തിലെ കോൺഫിഗറേഷനിൽ മാത്രമാണ് ഡിഫറൻസ് എങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം? എപ്പിമേഴ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് മോണോസാക്രൈഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നിർത്തിയിട്ട് അങ്ങ് ഇതാക്കാം. പിന്നെ ഡൈസാക്രൈഡ്സും പോളിസാക്രൈഡ്സും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അതത്ര വലിയ ടോപ്പിക്കല്ല, എന്നാലും എനിക്ക് തോന്നുന്നു സൈക്ലിക് സ്ട്രക്ചറിൽ ഇത്രയും കാര്യങ്ങൾ അനോമേഴ്സും കൂടി പറയണം. അല്ലെങ്കിൽ നമുക്ക് ഈ സൈക്ലിക് സ്ട്രക്ചർ മുതൽ ഈ പറയുന്ന പോലെ ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്, അത് ചെറിയ ടോപ്പിക്സ് ആയത്. ഓക്കെ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ അതൊരു 5-6 സ്ലൈഡേ ഉള്ളൂ, ഒരു 10 സ്ലൈഡ്. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മോണോസാക്രൈഡ്സ് തന്നെയാണ് സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതും ഈ പറയുന്ന പോലെ അനോമേഴ്സ് എന്താ, ഡൈസാക്രൈഡ്സ് എന്താ, പോളിസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾസും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾ മോണോസാക്രൈഡ്സിൻ്റെ സ്ട്രക്ചർ ആദ്യം ക്ലിയർലി പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ബേസിക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡൈസാക്രൈഡ് ആണെങ്കിലും സൈക്ലിക് സ്ട്രക്ചറൊക്കെ ആണെങ്കിലും പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് ഒന്ന് ഫസ്റ്റ് ഫിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബാക്കി കാര്യങ്ങൾ ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കമൻറ്റ് ബോക്സ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ്, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID, ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ട്യൂഷൻസ് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻസിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻസ് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് വേണം, അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം മതിയെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ആയിരിക്കും ഡിഫിക്കൽട്ട്. അപ്പോൾ അത് മാത്രം മതിയെങ്കിൽ അത് മാത്രം എടുത്തു തരാനും ഞാൻ റെഡിയാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ട്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് 3 സോഴ്സാണ്. ഒന്നെന്ന് 3 സോഴ്സ് ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാമും മെയിലോ അയച്ചാൽ മതി. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്ട്രക്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ബൈ.